ഹായ് ഒരുവാൻ. അപ്പൊ ഇന്ന് മിസ് പറയാൻ പോകുന്നതേ +2 ഫിസിക്സിലെ 3rd ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി. ഇപ്പൊ ഞാൻ കറണ്ട് ഇലക്ട്രിസിറ്റി തൊട്ട് ചെയ്യുന്ന എന്താ വെച്ചാൽ ഇപ്പൊ സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഒക്കെ അറൗണ്ട് കഴിയാറായിട്ടുണ്ടാവും. സോ അതുകൊണ്ടാണ് ഞാൻ 3rd ചാപ്റ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വീഡിയോസ് കുറച്ചങ്ങ് പോയിട്ട് ഒരു 5th ചാപ്റ്റർ വരെ വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഫസ്റ്റും സെക്കൻഡും വീഡിയോസ് ചെയ്തിട്ട് കേട്ടോ. സോ പിന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് എൻ്റെ ഏരിയ ആണ്. ബിക്കോസ് ഐ എം എ ബിടെക് ട്യൂട്ടർ. ഞാനിത് പല വീഡിയോസിലും പറയാറുള്ളതാണ്. ബിടെക് ട്യൂട്ടറാണ്, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ട്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഏരിയ ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. കറണ്ടിനെ കുറിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ മെഷീൻസിനെ കുറിച്ചും പവറിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇലക്ട്രിസിറ്റി സന്തോഷത്തോടെ ഞാൻ പഠിപ്പിക്കാനായിട്ട് നിൽക്കുന്നത്. ഫസ്റ്റ് ഇപ്പൊ എൻ്റെ അക്കാഡമിയിൽ വരുന്ന കുട്ടികളാണെങ്കിലും ഞാൻ ആദ്യം പറയുന്ന കാര്യം വാട്ട് ഈസ് കറണ്ട് ആൻഡ് വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ്. അത് തന്നെയാണ് നിങ്ങൾക്കും ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതിനുശേഷം മിസ് നോട്ട്സ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോ വാട്ട് ഈസ് കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി റെപ്രസെന്റ് എ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഓർ ഫ്ലോ ഓഫ് ചാർജ് അല്ലേ? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവും ഫ്ലോ ഓഫ് ചാർജ് ഓർ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ ഫ്ലോ ഓഫ് ചാർജ്, അല്ലെങ്കിൽ എന്താണ് കറണ്ട്, എന്താണ് ഇലക്ട്രോൺസിന്റെ ഫ്ലോ കൊണ്ട് സംഭവിക്കുന്നത്, അപ്പൊ എങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ബേസിക്കലി വാട്ട് ഇസ് പൊട്ടൻഷ്യൽ ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ വോൾട്ടേജ്, EMF ഇതൊക്കെ പറയണം. അപ്പൊ സിംപ്ലി സേയിങ് കറണ്ട് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ടേം ഉണ്ട് ചാർജ്. ഇപ്പൊ +2കാർ ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചത് ചാർജ് അല്ലേ? അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും മെറ്റീരിയൽ ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ടീച്ചേഴ്സ്. സോ വാട്ട് ഈസ് ചാർജ്? ചാർജ് ഞാൻ പറയും ചാർജ് ഈസ് ദ സീഡ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സിസ്റ്റം. ചാർജ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലെ സീഡ് ആണെന്ന്. സീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്ലാന്റ് ഉണ്ടാവണമെങ്കിൽ നമ്മളൊരു സീഡ് മണ്ണിലേക്ക് ഇടണം. അത് ഫെർട്ടിലൈസ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഒരു മരമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്ലാന്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ ഒരു സീഡാണ്. ഓക്കെ, ഈ ചാർജ് അല്ലെങ്കിൽ ഈ സീഡ് പൊട്ടിമുളച്ച് ഫെർട്ടിലൈസ് ആയിട്ട് വരുന്നതാണ് എന്ത്? നമ്മുടെ കറണ്ട്. ഓക്കെ, ഈ സീഡ് ഫെർട്ടിലൈസ് ചെയ്ത് പ്ലാന്റ് ആയിട്ട് വരുന്നത് പോലെ ചാർജ് ആണ് കറണ്ട് ആയിട്ട് വരുന്നത്. ബിക്കോസ് ദ ചാർജ് ഇസ് ഫ്ലോയിങ്, അല്ലെങ്കിൽ ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ കറണ്ട് മേക്ക് ചെയ്യുന്നു. ചാർജ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മേക്ക് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫോഴ്സ് ബി ദി കറണ്ട്. ക്ലിയർ ആണോ? അതാണ് ഫ്ലോ ഓഫ് ചാർജ് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ദിസ് ഇസ് വാട്ട് യു മീൻ ദ കറണ്ട്. Then the next term is the potential difference or the potential, അല്ലെങ്കിൽ നിങ്ങൾ വോൾട്ടേജ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയുന്നത് തന്നെയാണ് വോൾട്ടേജ്. വോൾട്ട് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ആൻഡ് ദ യൂണിറ്റ് ഓഫ് കറണ്ട് ഇസ് A ആംപിയർ. കേട്ടോ, ഞാൻ പറയാൻ മറന്നു, കറണ്ടിന്റെ യൂണിറ്റ് ആണ് എന്ത്? ആംപിയർ. ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ. കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. രണ്ട് പൊട്ടൻഷ്യലും സിമിലർ ആണെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുമോ അല്ലെങ്കിൽ കറണ്ട് ഫോം ചെയ്യുമോ? ഇല്ല. ബിക്കോസ് ഞാൻ ഇപ്പൊ പറഞ്ഞു കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ദ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹൈ വാല്യൂ ആയിരിക്കണം. ആൻഡ് സ്മോളസ്റ്റ് വൺ വേണം. അങ്ങനെ ഹയറും ഒരു പോസിറ്റീവ്, ഒരു വലിയ നമ്പറും ലാർജ് നമ്പറും ഒരു സ്മോൾ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് ക്രിയേറ്റ് എ പെർട്ടിക്കുലർ വാല്യൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് സീറോ അല്ലെ? സീറോ അല്ല. ഇപ്പൊ ഞാൻ പറയാണ്, മിസ് പറയാണ് 2 വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിന്റെ 2 എൻഡില്, ഞാനിപ്പോ ഇതൊരു സ്ട്രിങ് ആണെന്ന് വെക്കുക. ഈ സ്ട്രിങ്ങിന്റെ 2 എൻഡിൽ ഞാൻ 1.5 വോൾട്ട്, ഇവിടെ 1.5 വോൾട്ട് കൊടുത്താൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഫ്ലോസ് ഇൻ ദിസ് സ്ട്രിങ് എന്ന് ചോദിച്ചാൽ, സ്ട്രിങ് ഈസ് എ മെറ്റീരിയൽ വിച്ച് ക്യാരീസ് കറണ്ട്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ സ്ട്രിങ് പലതിലും കേട്ടിട്ടുണ്ടാവും. പക്ഷെ ഇലക്ട്രിക്കലിൽ സ്ട്രിങ് എന്ന് പറയുന്നത് കറണ്ട് കാരിയർ ആണ്. സ്ട്രിങ് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വലുതായിട്ട് മിസ് പിള്ളേരെ ചേട്ടന്മാരെയും ചേച്ചിമാരെയും പഠിപ്പിക്കാറുണ്ട്. അപ്പൊ സ്ട്രിങ് ഒരു കണ്ടക്ടർ ആണ് അല്ലെങ്കിൽ ഒരു കറണ്ട് കാരിയർ ആണ്. സോ ഒരു സ്ട്രിങ്ങിലേക്ക് ഞാൻ 2 എൻഡിൽ, 2 എക്സ്ട്രീം എൻഡ്സിലായിട്ട് 1.5 വോൾട്ട് അറ്റ് ദ പോയിന്റ് എയും അറ്റ് ദ പോയിന്റ് ബിയിലും 1.5 വോൾട്ട് തന്നെ കൊടുത്താൽ രണ്ടിടത്തും സെയിം പൊട്ടൻഷ്യൽ അല്ലേ കിടക്കുന്നത്. അപ്പൊ അവിടെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പൊട്ടൻഷ്യൽ എന്ന് പറയാനുണ്ടോ? ഇല്ല. ബിക്കോസ് 1.5 മൈനസ് 1.5 ഡിഫറൻസ് അല്ലേ? സീറോ അല്ലേ? സീറോ ഫ്ലോ ചെയ്യില്ല.
ഐദർ ഞാൻ കൊടുക്കുന്നു ഇവിടെ ഒരു 1.5ഉം ഇവിടെ ഒരു 2.5ഉം കൊടുത്താൽ 1 വോൾട്ട് ഫ്ലോ ചെയ്യും അല്ലെ. 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ സർക്യൂട്ടിൽ കൂടി ഫ്ലോ ചെയ്യും. അങ്ങനെ ഇത് ഫ്ലോ ചെയ്യുമ്പോൾ എന്തുണ്ടായി? കറണ്ട് ഉണ്ടായി അല്ലേ. അപ്പോ കറണ്ട് ഓൾവേസ് പാസസ് ഫ്രം ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ആൻഡ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റിയ ഒരു പോയിന്റും കൂടി ഉണ്ട്. സെയിം പൊട്ടൻഷ്യൽ ആണ് ഒരു സ്ട്രിംഗിൽ അല്ലെങ്കിൽ ഒരു സർക്യൂട്ടിൽ കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ നോ കറണ്ട് ഫ്ലോസ് or no voltage is developed and no current is flowing. But in the case of two potential which is given as different values, one is the largest number and the other one is smallest number, then there occurs a voltage and they create an electrical current. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കാര്യം തിയറി ആയിട്ട് നോട്ട് പോലെ എഴുതിയിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ എഴുതിയെടുക്കണം, എന്നിട്ട് വേണം പഠിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതിന് എഴുതിയാൽ മതി. ഓക്കെ. Positive charge will move from a higher potential region to a lower potential region, while negative charges means the electrons. Negative charge-നെയാണ് electrons എന്നും positive charges-നെയാണ് നമ്മൾ holes എന്നും പറയും. അതൊക്കെ നമുക്ക് പറയാം. Okay. Negative charges move in the opposite direction as the positive, because positive charge higher potential to lower potential traveling. അപ്പൊ നെഗറ്റീവ് ചാർജ് ലോവർ പൊട്ടൻഷ്യൽ ടു ഹയർ അല്ലേ ട്രാവൽ ചെയ്യുള്ളൂ. അതാണ് ഈ പറഞ്ഞത്. സച്ച് എ മോഷൻ ഓഫ് ചാർജസ് അലോങ് എ സ്പെസിഫിക് ഡിറക്ഷൻ. അപ്പൊ ഒരു സ്പെസിഫിക് ഡിറക്ഷനിലേക്ക് ചാർജസിന്റെ അങ്ങനെയുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇലക്ട്രിക് കറന്റ് എന്ന് പറയും. അങ്ങനെ ഒരു സ്പെസിഫിക് ഡിറക്ഷൻ എന്താണെടാ? ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. എ ഫ്രീ പോസിറ്റീവ് ചാർജ് will move from a high potential region to a lower potential region, while the negative charges travels from lower potential region to the high potential region. Such a motion of charges along a specific direction. ഒരു specific direction എന്ന് പറയുന്നത് high potential to lower potential ആണ് കേട്ടോ. Specific direction constituted electric charge. ഈ നോട്ട്സ് എഴുതിയെടുക്കണം. ഞാൻ നല്ല കിടില നോട്ട്സ് ആണ് ബോർഡിൽ എഴുതുന്നത്. നിങ്ങൾ അത് എഴുതിയെടുക്കണം. അല്ലാണ്ട് ഞാൻ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല കേട്ടോ. ഒത്തിരി ബുക്സ് റെഫർ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് ഒരു ടെക്സ്റ്റിന്റെ നെയിം മാത്രം പറഞ്ഞു തരാൻ പറ്റില്ല. ഞാനൊരു 5-6 ടെക്സ്റ്റ് ബുക്ക് ഒക്കെ നോക്കിയിട്ടാണ് എല്ലാവർക്കും, ബിടെക്കുകാർക്കും ഞാൻ അത്രയും ടെക്സ്റ്റ് റെഫർ ചെയ്താണ് നോട്ട്സ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്നോട് ഒരു ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ഒരെണ്ണമായിട്ട് പറയാൻ പറ്റില്ല. ഓക്കെ. ദെൻ കറന്റ് സ്ട്രെങ്ത്. Electric current strength എന്ന് പറഞ്ഞാൽ the electric current or the electric current intensity is defined as the rate of flow of electric charge. Electric chargeന്റെ rate of flow. ഇനി നിങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. നിങ്ങളുടെ ഹയർ സ്റ്റഡീസ് +2 കൊണ്ടാലും പഠിത്തമൊന്നും നിർത്തൂലല്ലോ. അപ്പൊ നിങ്ങളുടെ ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ആണ് റേറ്റ് ഓഫ് ഫ്ലോ. അല്ലെങ്കിൽ നിങ്ങൾ മാത്സിനകത്ത് +2 മാത്സിൽ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ പഠിക്കും, വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പഠിക്കും. അപ്പൊ ഈ വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്നതാണ് റേറ്റ് ഓഫ് ഫ്ലോ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ റേറ്റ് ഓഫ്. ഓക്കെ. ഈ റേറ്റ് ഓഫ് എന്ന് പറയുന്ന വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണോ ടേമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആ ടേം വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ന് പറയുന്ന ΔT ഓർ മാത്സിലാവുമ്പോൾ DT എന്ന് പറയും. ഈ വിത്ത് റെസ്പെക്ട് ടു പറയുന്നത് ഡിനോമിനേറ്റർ ടേം ആണ്. ഓക്കെ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇലക്ട്രിക് കറന്റ് ഓർ ദി ഇലക്ട്രിക് കറന്റ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക്, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്താണ്? Q ആണ് അല്ലെ. ഇവിടെ ഡെൽറ്റ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ആയതുകൊണ്ട് അവിടെയും ഡെൽറ്റ തന്നെ വരുള്ളൂ. അല്ലാണ്ട് അവിടെ വെറുതെ Q/ΔT എന്ന് വരില്ല. ഡെൽറ്റ റെപ്രസെന്റേഷൻ ഫോർ ബോത്ത് ദ സൈഡ്സ് വേണം. അപ്പൊ റേറ്റ് ഓഫ് പറയുമ്പോൾ നമ്മള് മാത്സിൽ dx/dy എന്നാ പറയാ, അല്ലെങ്കിൽ dy/dx എന്ന് പറയാം, അല്ലെങ്കിൽ d2x/dt² എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ന്യൂമറേറ്റർ ടേം മാത്രം ഒരു x/dy നമ്മൾ പറയില്ലല്ലോ, അങ്ങനെ പറയില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെ ഇലക്ട്രിക് കറന്റ് അല്ലെങ്കിൽ ഇലക്ട്രിക് കറന്റ് ഇന്റൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ്. റേറ്റ് ഓഫ് ഫ്ലോ റെപ്രസെന്റിംഗ് ഡെൽറ്റ, റേറ്റ് ഓഫ് റെപ്രസെന്റിംഗ് ΔT, t വിത്ത് റെസ്പെക്ട് ടു ടൈം. ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ഏതാ? ഈ ΔQ അല്ലെങ്കിൽ DQ, ΔQ അല്ലെങ്കിൽ DQ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ അടുത്ത ഈ ΔQ പോലെ ഉണ്ടല്ലേ, അടുത്ത ΔQ is the amount of charge that crosses any section of a conductor in a time interval ΔT.
ഡെൽറ്റ ടി ആണെങ്കിൽ then the current I is equal to dq by dt അല്ലെങ്കിൽ dq by പിന്നെ ഞാൻ ഇങ്ങനെ എഴുതാം ബാർ dq by dt. ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചില്ലേ dq by dt എന്ന്? ആ സാധനം തന്നെയാ പറഞ്ഞത്. ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ക്രോസ് ചെയ്യുന്ന ഒരു ക്രോസ് സെക്ഷനകത്ത് ക്രോസ് ചെയ്ത് പോകുന്ന എമൗണ്ട് ഓഫ് ചാർജും ആ ക്രോസ് ചെയ്യാതെ പോകാൻ എടുക്കുന്ന ടൈം ഇന്റർവെൽ എന്ന് പറയുന്ന ഡെൽറ്റ ടിയുമാണെങ്കിൽ ടോട്ടൽ കറന്റ് പ്രൊഡ്യൂസ്ഡ് I is equal to dq by dt അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി ആണ് എന്ന്. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക, പൈപ്പ് ഒന്നുമില്ല, ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക, ആ പൈപ്പിനകത്തുകൂടി കുറെ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജസ് ഫ്ലോ ചെയ്യാണ്, പോസിറ്റീവ് ചാർജസ് ഫ്ലോ ചെയ്യാണ്. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫ്ലോ ചെയ്യുന്ന ക്വാണ്ടിറ്റി ബി ദ ഡെൽറ്റ ക്യൂ ഓഫ് എമൗണ്ട് ഓഫ് ചാർജ് ഫ്ലോ ആൻഡ് വിത്ത് റെസ്പെക്ട് ടു അത് ഫ്ലോ ചെയ്ത് പോകാൻ എടുത്ത ടൈം ബി ദ ഡെൽറ്റ ടി. then the current is defined as I is equal to dq by dt അല്ലെങ്കിൽ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. സിമ്പിൾ അല്ലേ? then അടുത്ത ഇത് ഒരു മെയിൻ ആയിട്ടുള്ള നോട്ട് എന്ന് പറയുന്ന കാര്യമാണ്, അത് നിങ്ങൾ ഓർത്ത് വെക്കണം. ബിക്കോസ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിലോ ക്രോസ് മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ ചോദിക്കുന്നത്. ഇൻ SI system the electric current intensity is a basic quantity and its unit is ampere. കറണ്ടിന്റെ യൂണിറ്റ് ആംപിയർ, ചാർജ് കൂളം അല്ലേ, ചാർജ് കൂളം അല്ലേ, ചാർജ് കൂളം. and its unit is ampere. Conventionally the direction of current is fixed as the direction of flow of positive charge അല്ലേ. direction of electric current എന്ന് പറയുന്നത് എന്താ പറഞ്ഞേ? current always passes from the high potential region to the low potential region. അതാണ് ഈ പറഞ്ഞത് direction of flow of positive charge. However in metallic conductor flow of electron constitute the current അല്ലേ, flow of electrons or flow charges current. The direction opposite to the direction of flow of electron is the direction of current. അതായത് electrons always passes from negative potential, lower potential to high potential and positive charges passes from the high potential to lower potential. അപ്പോൾ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്ന ഡിറക്ഷന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ അല്ലേ കറണ്ടിന്റെ ഡയറക്ഷൻ. മനസ്സിലായോ? ബിക്കോസ് കറണ്ട് ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ ആണ് പോകുന്നത്, ഇലക്ട്രോൺസ് ലോവർ ടു ഹയർ ആണ് പോകുന്നത്. അപ്പൊ ഇലക്ട്രോണിന്റെ ഇലക്ട്രോൺസിന്റെ ഡയറക്ഷന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലേ. അതാണ് ഈ എഴുതി പറഞ്ഞത്. ഇപ്പൊ however the metallic conductors flow of electron constitute the current. The direction opposite to the direction of flow of electrons is the direction of current and current is a scalar quantity. current ഒരു scalar quantity ആണ് എന്നുള്ളത് filling the blanks ലെ ക്വസ്റ്റ്യൻ ആണ്. Okay, current is a scalar quantity. ഇത് എഴുതിയെടുക്കണം കേട്ടോ. Inputs of electromotive force. First, എന്താണ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? അല്ലെങ്കിൽ ഈ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിനെ ഞങ്ങൾ ഇലക്ട്രിക്കലി പറയുന്നത് EMF എന്ന് പറയും. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF എന്ന് പറയും. EMF എന്ന് പറയുന്നത് ലൈക്ലി കൈൻഡ് ഓഫ് വോൾട്ടേജ് തന്നെയാണ്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ കണ്ടിന്യൂസ്ലി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് സോഴ്സ് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നും പറയും. അതിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ആ വോൾട്ടേജിനെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യത്തിലേക്കാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. എന്താണ് EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്? സിംപ്ലി സെയിങ് the force or the pressure which creates electric current in an electric circuit. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ഓർ ദ പ്രഷറിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സ് അല്ലെങ്കിൽ ആ പ്രഷർ എന്തായിരിക്കാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ വോൾട്ടേജ് ആകാൻ പാടില്ലേ? ആണല്ലോ. അപ്പോൾ ദ ഫോഴ്സ് ഓർ ദ പ്രഷർ വിച്ച് ക്രിയേറ്റ്സ് ഇലക്ട്രിക് കറണ്ട് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഇസ് കോൾഡ് ദി ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ക്ലിയർ അല്ലേ? ഇത് മിസ് പറഞ്ഞ ഒന്ന് എഴുതിയെടുത്തോണേ, സ്ലോ ചെയ്ത്, വീഡിയോയുടെ സ്പീഡ് സ്ലോ ചെയ്ത് എഴുതണേ. ആൻഡ് ദ സോഴ്സ് ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് സിമ്പിൾ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഹീറ്റ് എനർജി ട്രാവൽസ് ഫ്രം എങ്ങടായിരിക്കും? ഹീറ്റ് എനർജി നമുക്ക് ട്രാവൽ ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ ആണല്ലോ. ഹീറ്റ് എനർജി എപ്പോഴും ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ കറണ്ടും എന്താണ്? ഹയർ പൊട്ടൻഷ്യൽ ടു ഇലക്ട്രിക് കറണ്ട് ഓൾസോ ഫ്ലോസ് ഫ്രം ഹയർ ടെമ്പറേച്ചർ ആണോ പൊട്ടൻഷ്യൽ? ഹയർ പൊട്ടൻഷ്യൽ ടു അല്ലെങ്കിൽ ലോവർ പൊട്ടൻഷ്യൽ. ഈ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്ന് ഞാനൊരു ചെറിയ സർക്യൂട്ട് വരച്ചിട്ട് കാണിച്ചു തരാം.
അപ്പൊ ഞാൻ ഓൾറെഡി 2 പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ വോൾട്ടേജ് സോഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 പൊട്ടൻഷ്യൽ ഓർത്ത വോൾട്ടേജ് സോഴ്സ് യൂസ് ചെയ്തു. ഇവിടെ എല്ലാ സർക്യൂട്ടിനും എന്ത് വേണം മക്കളെ? ഒരു സ്വിച്ച് വേണ്ടേ? നമ്മള് സ്വിച്ച് എന്ന് പറയും, അല്ലെങ്കിൽ ടെക്നിക്കലി കീ എന്ന് പറയും. ഓക്കെ, എന്നിട്ട് മിസ് ഇവിടെ വന്നിട്ട് ഒരു ബൾബ് യൂസ് ചെയ്തു. അവിടെ നിന്ന് നേരെ വന്ന് ടു വോൾട്ട് കൊടുത്തു. ഇവിടെ മിസ് ഒരു 2 വോൾട്ട് കൊടുത്തു. ഓക്കെ, ഇത് സർക്യൂട്ട് നമ്പർ എ, ഫസ്റ്റ് സർക്യൂട്ട്. ഇനി സെക്കൻഡ് സർക്യൂട്ട് വരയ്ക്കാവേ. സെയിം സാധനം തന്നെ വരയ്ക്കുക, പക്ഷെ എന്താ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ മാറ്റി വരയ്ക്കും. അപ്പൊ ഞാൻ ഇവിടെ ഒരു 12 വോൾട്ടും ഇവിടെ ഞാനൊരു 10 വോൾട്ടും വരച്ചു. രണ്ടും ഇപ്പൊ ഫസ്റ്റ് സർക്യൂട്ട് നിങ്ങൾ നോക്കുമ്പോൾ മിസ് എന്തൊക്കെ വരച്ചിട്ടുണ്ട്? 2 വോൾട്ടേജ് സോഴ്സ് ഒരു സർക്യൂട്ടിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കീ എന്ന് പറയുന്ന റെപ്രസെന്റ് ദ സ്വിച്ച് ആൻഡ് എ ബൾബ് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ സർക്യൂട്ടിലും അഗെയിൻ ദ സിമിലർ 2 വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ വോൾട്ടേജ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ആൻഡ് ദി ബൾബ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് ബൾബ് ഗ്ലോ ചെയ്യും? സർക്യൂട്ട് നമ്പർ എ, ഫസ്റ്റ് സർക്യൂട്ട് ആൻഡ് ദ സർക്യൂട്ട് ബി. എനിവൺ ക്യാൻ ഗസ് വിച്ച് സർക്യൂട്ട് ഗ്ലോസ് അല്ലെങ്കിൽ വിച്ച് ബൾബ് ഗ്ലോസ്? ഏതായിരിക്കും? ബി ആയിരിക്കും ഗ്ലോ ചെയ്യുന്നത്. എന്തുകൊണ്ട്? there exists a difference in the voltage, അല്ലെ? there exist 2 voltage sources which may എന്താണ് ഡിഫർ ഇൻ വോൾട്ടേജ് വാല്യൂസ്. അപ്പോ അവിടെ വോൾട്ടേജിന്റെ ഡിഫറൻസിന് വാല്യൂ ഉണ്ട്, വോൾട്ടേജിന്റെ വാല്യൂന് ഡിഫറൻസ് ഉണ്ട്. 12 വോൾട്ടും 10 വോൾട്ടും ഉള്ളത് അവിടെ 2 വോൾട്ട് ഇതിൽ കൂടി ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഈ സർക്യൂട്ടിൽ കൂടി 2 വോൾട്ട് ഫ്ലോ ചെയ്യും. പക്ഷെ ഈ കേസ് നോക്കിയാൽ ഇവിടെയും 2 വോൾട്ട് ആണ്, ഇവിടെയും 2 വോൾട്ട് ആണ്. there is no voltage difference or the potential difference exists in the first circuit, as because of that reason the bulb does not glow, അല്ലെ? ബൾബ് ഗ്ലോ ചെയ്യില്ല. പക്ഷെ ഇവിടെ 12 വോൾട്ടും 10 വോൾട്ടും ആകുമ്പോൾ 2 വോൾട്ടിന്റെ വോൾട്ടേജ് ഡിഫറൻസ് കാണുന്നുണ്ട്. ആ വോൾട്ടേജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ബൾബ് ഗ്ലോ ചെയ്യും. മനസ്സിലായോ? ഇതാണ് എന്ത്? ഇലക്ട്രോ മോട്ടോർ ഫോഴ്സിന്റെ ഒരു സോഴ്സ്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സർക്യൂട്ട് നമ്പർ ബിക്ക് പറ്റുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി ബൾബ് ഗ്ലോ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഫസ്റ്റ് സർക്യൂട്ട് ആണെങ്കിൽ എന്ത് ചെയ്യില്ല? ഫസ്റ്റ് സർക്യൂട്ട് ബൾബ് ഗ്ലോ ചെയ്യാൻ പോയിട്ട് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് പോലും കാണിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് അവിടെ ഫോം ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്. 2 വോൾട്ടും 2 വോൾട്ടും 2 - 2 0 വോൾട്ട് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറണ്ട് ഫ്ലോ ചെയ്യില്ല, അല്ലെ? വോൾട്ടേജ് ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അപ്പൊ ഇതിൽ ഒരു കാര്യം കൂടി ക്ലിയർ ആണ്, വോൾട്ടേജ് ഉണ്ടെങ്കിലേ കറണ്ട് ഉള്ളൂ, വോൾട്ടേജ് ഇല്ലെങ്കിൽ കറണ്ട് ഇല്ല. ക്ലിയർ ആണോ? അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ, ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ്, വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ദെൻ താങ്ക് യു. ഈ ചാനലിലേക്കാണ് നിങ്ങളുടെ +2ൻ്റെ ഫിസിക്സിൻ്റെ മാത്സിൻ്റെയും വീഡിയോസ് വരുന്നത്. 8th മുതലുള്ള ഫിസിക്സിൻ്റെ മാത്സിൻ്റെയും വീഡിയോസ് എല്ലാം വരുന്ന ചാനൽ ഇതാണ്. ആക്ച്വലി ദിസ് ഇസ് മൈ സെക്കൻഡ് ചാനൽ. മൈ ഫസ്റ്റ് ചാനൽ അർച്ചനാസ് അക്കാഡമി, ഓൺലി ഫോർ ദ ബിടെക് സ്റ്റുഡൻസ്. പക്ഷെ അതിലേക്ക് ഞാനിപ്പോൾ 10th CBSE ഫിസിക്സിൻ്റെ വീഡിയോസ് ഒരു 3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കുന്നു അതിലേക്ക് തന്നെ 10th ഫിസിക്സ് പോകട്ടെ. പക്ഷെ 10th മാത്സും 8th മുതലുള്ള എല്ലാ ഫിസിക്സും മാത്സും +2 വരെ, സ്റ്റാർട്ടിങ് ഫ്രം 8 to +2 വരെയുള്ള ഫിസിക്സും മാത്സും സയൻസ് വീഡിയോസും മാത്സിൻ്റെ വീഡിയോസും ഈ ചാനലിലേക്കാണ് വരുന്നത്. സോ യൂസ്ഫുൾ ആയിട്ടുള്ളതെല്ലാം എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.